Hello everyone, welcome back to our channel. നമുക്കൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കാര്യമൊന്നും ഇല്ല ഈ ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ആകെ വേണ്ടത് ഒരു പാത്രം ഇതേപോലെ ക്യാരറ്റ് ആണ്. ഏകദേശം ഒരു 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഒരു പീലർ വെച്ചിട്ട് പീൽ ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് അത് അടിച്ച് നല്ല പോലെ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ പൾപ്പ് നല്ലപോലെ അരിച്ചെടുത്തേക്കുന്നത് കൊണ്ടിട്ട് തന്നെ കുറച്ച് ഡാർക്ക് കളറിലാണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ സ്കിന്നിൻ്റെ കളർ ചേഞ്ച് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാതെ അങ്ങ് അരിച്ചെടുക്കുകയാണെങ്കിൽ ഓറഞ്ച് കളറിലും കിട്ടും. ഞാൻ ഒട്ടും തന്നെ അതിൻ്റെ ഗുണങ്ങളൊന്നും കളയാതെ എടുത്തത് കൊണ്ടിട്ടാണ് ഈ കളർ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ 2 കപ്പ് പഞ്ചസാര ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് കോൺഫ്ലോർ വേണം. അത് വേറൊരു പാത്രത്തിലേക്കും അളന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഹൽവ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 2ലേക്കും ഓരോ കപ്പ് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലോർ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഇളക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ പതിയെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്യാം. നന്നായിട്ടൊന്ന് മെൽട്ടായി വരുന്ന സമയത്തിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ജ്യൂസ് പതിയെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം കോൺഫ്ലോർ ചേർത്താൽ മതിയാവും. തിളച്ച് കഴിയുമ്പോൾ ഈ ഒരു ജ്യൂസ് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്, പാലൊക്കെ പതഞ്ഞ് പൊങ്ങുന്നത് പോലെ. അതുകൊണ്ടിട്ട് അതിന് മുന്നേ തന്നെ നമുക്ക് ഈ കോൺഫ്ലോർ അങ്ങ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഹൽവ ഉണ്ടാക്കാനായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്, ഈസിയാണ് ഉണ്ടാക്കാനായിട്ടും. റെസിപ്പിയും അധികം ഒന്നും അറിയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇതേപോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ കോൺഫ്ലോർ അല്പാൽപമായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കോൺഫ്ലോർ ചേർത്താൽ പിന്നെ നമുക്ക് കൈ എടുക്കാതെ തന്നെ നല്ല പോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറക്റ്റ് ടെക്സ്ചറിലുള്ള ഹൽവ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുക. ഏകദേശം ഞാനൊരു 3/4 മണിക്കൂറോളം ഇതേപോലെ ഇളക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമാണ് നമ്മുടെ ഒരു ഹൽവയുടെ പ്രശ്നം. പക്ഷെ ഹൽവയുടെ ടേസ്റ്റൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷമം അത്രയ്ക്കും വലിയ വിഷമമല്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടൊരു ഹൽവ കിട്ടും. നന്നായിട്ടൊന്ന് ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ സ്വാദ് അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്നുകൂടി ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റെസിൻസ് ഉണ്ടെങ്കിൽ റെസിൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഡേറ്റ്സോ ഏതെങ്കിലും രീതിയിലുള്ള നട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അത്, ട്യൂട്ടി ഫ്രൂട്ടി ആണെങ്കിൽ അങ്ങനെ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റെസിൻസും കുറച്ച് ഡേറ്റ്സും കൂടി ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. നല്ല പോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിലൊക്കെ പിടിക്കുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വീണ്ടും നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇതേ രീതിയിൽ പാകത്തിലേക്ക് വരണം. എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കട്ടയായിട്ട് വരണം. പിന്നെ ക്യാരറ്റ് ഹൽവ ആയതുകൊണ്ടിട്ട് ഓറഞ്ച് കളറിൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി നേരം ഇളക്കിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വരട്ടുന്ന പോലൊരു പ്രോസസ്സാണ്. അപ്പോൾ എന്തായാലും കളർ ഇങ്ങനെ ഡാർക്കായിട്ട് വരും. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് വരും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കറക്റ്റ് നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ക്യാരറ്റ് ഹൽവയൊക്കെ നല്ല ഓറഞ്ച് കളറിലാണല്ലോ, അത് ഫുഡ് കളർ ചേർക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഹൽവയുടെ റെസിപ്പിക്ക് സത്യത്തിൽ ഒരു 20 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കോൺഫ്ലോറിലേക്ക് ഡയറക്റ്റ് ജ്യൂസിന് പകരം ആ കളറ് ചേർത്തിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. നല്ല ഓറഞ്ച് കളറിൽ കിട്ടും. ഇപ്പം നമ്മൾ നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പം നല്ല പോലെ ആ ഒരു പാകത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാകത്തിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടി ഇങ്ങ് പോരുന്ന രീതി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ഒരു പാത്രത്തിൽ നല്ലപോലെ
നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കിത് അപ്പം തന്നെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. വൈകി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ സെറ്റാവും. സോ നമ്മൾ പെട്ടെന്ന് തന്നെ ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെക്കണം. ഇനി റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇങ്ങനെ വച്ചാൽ മതി കേട്ടോ. ഒരു 2 മണിക്കൂർ കൊണ്ട് നല്ലപോലെ തണുത്ത് കിട്ടും. ഇതേപോലെ ഓപ്പൺ ആക്കുമ്പോൾ ഇതേ ഒരു കളറിൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ടാവും. ഈ ഒരു കളർ കണ്ടോ, ലൈറ്റായിട്ടൊരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്. ഇങ്ങനെ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഓറഞ്ച് പോലെ തോന്നും, പക്ഷേ എന്നാൽ ഒരു ലൈറ്റ് കാപ്പി കളറൊക്കെ വരുന്നുമുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, ഇതേപോലെ പീസായിട്ട് എടുക്കാം. നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഓരോ പീസ് കഴിക്കാനും പറ്റും. ഇതിൻ്റെ അകത്ത് നട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് എക്സ്ട്രാ ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കണം എന്നറിയാലോ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ട്രൈ ചെയ്ത് നോക്കുക, എൻജോയ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ ബൈ.